കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട GDP ഗ്രോത്ത് ഡേറ്റയുടെ പിൻബലത്തിൽ മാർക്കറ്റിൽ ശക്തമായ റിക്കവറി വരികയും ലാർജ് ക്യാപ് സ്റ്റോക്കുകളിൽ ബൈയിങ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ ഫെബ്രുവരി 29 മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവിട്ട ഡേറ്റ സൂചിപ്പിക്കുന്നത് ഡിസംബർ മാസത്തിലെ Q3 GDP ഗ്രോത്ത് റേറ്റ് 8.4% ഉയർന്നതാണ്. മണി കൺട്രോൾ ഉൾപ്പെടെയുള്ള അനലിസ്റ്റുകൾ എസ്റ്റിമേറ്റ് ചെയ്തത് GDP ഗ്രോത്ത് 7.6% നിന്നും 6.5% ഇടിയുമെന്നതാണ്. GDP ഗ്രോത്ത് ഇടിഞ്ഞതിന് പകരം GDP ഗ്രോത്ത് ഉയരുകയാണ് ചെയ്തത്. ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൽ കാണാൻ സാധിക്കുകയും ചെയ്തു. മികച്ച GDP ഗ്രോത്ത് റേറ്റ് Q3 റെക്കോർഡ് ചെയ്തതിൻ്റെ പിൻബലത്തിൽ 2023-24 ഫിനാൻഷ്യൽ ഇയറിലെ എൻ്റയർ GDP ഗ്രോത്തും മാർക്കറ്റ് എസ്റ്റിമേഷനേക്കാൾ ഉയർന്ന ലെവലിലെത്തിയേക്കും. 6.9% GDP ഗ്രോത്താണ് 2023-24 ഫിനാൻഷ്യൽ ഇയറിൽ എക്കണോമിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കണക്കുകൾ സൂചിപ്പിക്കുന്നത് 7.6%-അടുത്തുള്ള GDP ഗ്രോത്ത് വന്നേക്കുമെന്നാണ്. 2022-23 വർഷത്തിലായിരുന്നു ഏറ്റവും ഉയർന്ന GDP ഗ്രോത്ത് വന്നത് 13.1%. കഴിഞ്ഞ 6 ക്വാർട്ടറുകളിലായി ഏറ്റവും മികച്ച GDP ഗ്രോത്ത് റേറ്റാണ് ഈ ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത്. ഉയർന്ന GDP ഗ്രോത്ത് റേറ്റ് രാജ്യത്തിൻ്റെ എക്കോണമിയുടെയും പൊട്ടൻഷ്യലിനെയും പ്രതിഫലിപ്പിക്കുന്നു എന്നാണ് നരേന്ദ്രമോദി അവകാശപ്പെട്ടത്. GDP ഗ്രോത്ത് റേറ്റ് ഉയർന്നുവെങ്കിലും ഗ്രോസ് വാല്യൂ ആവറേജ് റേറ്റ് മാർക്കറ്റ് എക്സ്പെക്റ്റേഷനുമായി ഇൻലൈനാണ്. Q2 ഗ്രോസ് വാല്യൂ ആവറേജ് ഗ്രോത്ത് റേറ്റ് 7.7% ഇപ്രാവശ്യം അനലിസ്റ്റുകൾ ഇത് 6.9% നിന്നും 6.7% ഇടിയുമെന്ന് പ്രവചിച്ചിരുന്നു. 6.5%-അടുത്തുള്ള GVA ഗ്രോത്ത് റേറ്റാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി റെഗുലേറ്ററി റിസ്ക് നിലനിൽക്കുന്ന ഒരു സെക്ടറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സെക്ടറിൻ്റെ പേരാണ് ഹോസ്പിറ്റൽ സെക്ടർ. വ്യാഴാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ എൻ്റയർ ഹോസ്പിറ്റൽ സെക്ടറിൻ്റെ 16,000 കോടി രൂപയ്ക്ക് മുകളിലുള്ള മാർക്കറ്റ് ക്യാപ്പ് വാനിഷായിരുന്നു. അപ്പോളോ ഹോസ്പിറ്റൽ പോലുള്ള പല സ്റ്റോക്കുകളിലും ഇടിവ് കാണാൻ സാധിക്കുകയും ചെയ്തു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും അപ്പോളോ ഹോസ്പിറ്റൽ ഏകദേശം 1% ഇടിഞ്ഞ് 6,058 എന്ന സപ്പോർട്ടിനടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. 87,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 110, ഡിവിഡൻഡ് yield 0.25%. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഹോസ്പിറ്റൽ സെക്ടറിലെ പ്രമുഖ സ്റ്റോക്കുകളായ മാക്സ് ഹെൽത്ത്, ഫോർട്ടീസ്, അപ്പോളോ, റെയിൻബോ ചിൽഡ്രൻ മെഡിക്കെയർ, ഷാൽബി, ഫോർട്ടീസ് ഹെൽത്ത് കെയർ, GPT ഹെൽത്ത് കെയർ തുടങ്ങിയ സ്റ്റോക്കുകൾ 2 മുതൽ 8% ഇടിയുകയും BSE ഹെൽത്ത് കെയർ ഇൻഡെക്സ് 1.6% ഇടിയുകയും ചെയ്തു. ഇടിയാനുള്ള പ്രധാന കാരണം സുപ്രീം കോർട്ട് സെൻട്രൽ ഗവൺമെൻറ്റിനോട് സെൻട്രൽ ഗവൺമെൻറ് ഹെൽത്ത് സർവീസ് സ്റ്റാൻഡേർഡ് റേറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ്. വെറ്ററൻ ഫോറം ഫോർ ട്രാൻസ്പെറൻസി ഇൻ പബ്ലിക് ലൈഫ് എന്ന NGO ഫയൽ ചെയ്ത പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷന് മുകളിൽ സുപ്രീം കോർട്ട് സെൻട്രൽ ഗവൺമെൻറ്റിനോട് ഹെൽത്ത് സെക്ടറിൽ ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും ബാധകമാകുന്ന രീതിയിൽ ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് പ്രൈവറ്റ് സെക്ടറിലെ മികച്ച കമ്പനികളുടെ അല്ലെങ്കിൽ മികച്ച ഹോസ്പിറ്റലുകളുടെ പ്രോഫിറ്റബിലിറ്റിയെ പ്രതികൂലമായി ബാധിക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഹോസ്പിറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ വന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു തിമിര ശസ്ത്രക്രിയയ്ക്ക് 10,000 രൂപ പെർ ഐ എന്ന റേറ്റിലാണ് ചാർജ് ഈടാക്കുന്നത്. ഇത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ 30,000 മുതൽ 1,40,000 രൂപയ്ക്ക് ഇടയിലുള്ള ചാർജാണ് ഈടാക്കുന്നത്. അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലും കൺസൾട്ടേഷൻ കോസ്റ്റിലും കൂടാതെ ട്രീറ്റ്മെൻറ്റ് റേറ്റിലും വളരെയധികം ഡിഫറൻസ് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ 2 റേറ്റുകളും ഹോസ്പിറ്റലുകളിൽ ഡിസ്പ്ലേ ചെയ്യണമെന്നും ഇതിനെ ഒരു സ്റ്റാൻഡേർഡ് റേറ്റായി കൊണ്ടുവരണമെന്നും സുപ്രീം കോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ന്യൂസിൻ്റെ പശ്ചാത്തലത്തിലാണ് ഹോസ്പിറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ വന്നിരിക്കുന്നത്. സുപ്രീം കോർട്ട് ഈ രീതിയിലുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് വഴി ഇത് നടപ്പിലാക്കാൻ സാധ്യമല്ല എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾക്ക് ഈ സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഒരു കോൺട്രാ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി പരിശോധിക്കാവുന്നതുമാണ്. കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് പോലുള്ള പല ബ്രോക്കേജ് ഏജൻസികളും പറയുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഉയർന്ന ചാർജ് ഈടാക്കുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ നൽകുന്ന ഫെസിലിറ്റി, ഡോക്ടേഴ്സിൻ്റെ എക്സ്പീരിയൻസ്, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ടെക്നോളജി, എക്യുപ്മെൻറ്റ് എന്നിവയ്ക്കനുസരിച്ചാണ്, അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റിനനുസരിച്ചാണ്. എല്ലാ ഹോസ്പിറ്റലുകൾക്കും ഒരേ രീതിയിലുള്ള റേറ്റ് നടപ്പിലാക്കാൻ സാധിക്കുകയില്ല എന്ന് കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് പോലുള്ള പല ഏജൻസികളും പറയുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് പ്രാക്ടിക്കലായിട്ട് നടപ്പിലാകാൻ സാധ്യത വളരെ കുറവാണ്.
അപ്പോളോ ഹോസ്പിറ്റൽ എൻ്റർപ്രൈസസ് പോലുള്ള സ്റ്റോക്കുകളിൽ ICICI സെക്യൂരിറ്റീസ് പോലുള്ള ബ്രോക്കേജ് ഏജൻസികൾ ബൈ എന്ന റേറ്റിംഗ് നൽകുകയും ചെയ്തു. അപ്പോളോ ഹോസ്പിറ്റലിന് 6,800 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് 6,000 എന്ന സപ്പോർട്ടിനടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. റീസെൻ്റ്ലി ക്വാർട്ടർലി റിസൾട്ടിൽ ഹോസ്പിറ്റൽ സെക്ടറിലെ കമ്പനികളുടെ റവന്യൂവിൽ അത്ര വലിയ ഗ്രോത്ത് നമ്മൾക്ക് കാണാൻ സാധിച്ചില്ല. എന്നിരുന്നാലും ഇയർ ഓൺ ഇയറിൽ 13.48% റവന്യൂ വർദ്ധിച്ച് 4,298 നിന്നും 4,878 ഉയർന്നു. ക്വാർട്ടർ ടു ക്വാർട്ടർ 4,869 നിന്നും 4,878 റവന്യൂ വർദ്ധിച്ചിരിക്കുന്നത്. 253 കോടി രൂപയുടെ പ്രോഫിറ്റാണ് അപ്പോളോ ഹോസ്പിറ്റൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്തത്. അപ്പോളോ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം 6,000 ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. ഈ സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ 5,850 ഒരു പ്രധാന സപ്പോർട്ടാണ്. ഒരല്പം റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ സെക്ടറിലെ സ്റ്റോക്കുകളെ പരിഗണിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്